ഇന്ന് നമ്മൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് അനിയേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മുടെ ഈ പുതിയ വീട്ടിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ പിറന്നാൾ കേട്ടോ. അപ്പോൾ അത് മാത്രമൊന്നുമല്ല, വേറൊരു സന്തോഷം കൂടിയുണ്ട്, അതും കൂടിയും പറയാം കേട്ടോ. അപ്പോൾ അവർ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. രാവിലെ നമ്മൾ ഞാൻ പോയില്ല, അമ്മു വീഡിയോ എടുക്കണം കേട്ടോ. ഏട്ടനും അച്ചുട്ടിയും പാടെയാണ് പോയിരിക്കുന്നത്. വരാറായിട്ടുണ്ടാവേ. ഞാനില്ലേ ഇവർക്ക് കുറച്ച് കുറച്ച് സമ്മാനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞു വെച്ചാൽ എന്നെ കൊണ്ട് പറ്റണത് എങ്ങനെ പറയാം, ഞാൻ എന്തെങ്കിലും കല്യാണ വാർഷികത്തിനാണ് വാങ്ങിക്കൊടുക്കാറ്. പിറന്നാളിന് ചിലപ്പോൾ ഒരു ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ വാങ്ങുക. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നുമല്ല. അത് അങ്ങോട്ട് നോക്കിയൊക്കെ അമ്മോ, അങ്ങോട്ട് എടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. അത് വേണ്ട, അത് പരിഷ്കാരമായി പോവും. പിറന്നാൾ ആശംസകൾ. ഞാൻ അവിടെ മിഞ്ഞാന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഉള്ളത് ഇട്ടിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അനിയേട്ടനുള്ള ഗിഫ്റ്റ്? എന്താ കൂട്ടുകാരോട് ചോദിക്കുന്നത്, എന്താണ് ഗിഫ്റ്റ് എന്ന്? പിറന്നാളാശംസകൾ പോരട്ടെ കേട്ടോ. ഏട്ടന് ചിലവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അപ്പം അതുകൊണ്ട് പിറന്നാളാശംസകൾ പോരട്ടെ എന്ന്. ലമ്മോ എന്താ പറയുക, ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ, ഒരുപാട് കാലം അല്ലേ, ഒരുപാട് കാലം ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതൊക്കെ തന്നെയല്ലേ പറയുക. അപ്പോൾ നമ്മുടെ സരോവരത്തിലെ ഫസ്റ്റത്തെ വർഷത്തെ ഗൃഹനാഥന്റെ പിറന്നാള് വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷമില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം നമ്മളിതാ ഇനി അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ആഘോഷങ്ങൾ കഴിഞ്ഞു. ഇൻ്റെ വക വേണമെങ്കിൽ ഒരു മധുരം അത്രയേ ഉള്ളൂ കേട്ടോ, പായസം എന്തെങ്കിലും. കാരണം ഇപ്പോൾ അമ്മയൊന്നുമില്ലല്ലോ. ഇന്ന് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വേറൊരു സന്തോഷം കൂടി ഉണ്ടാവാൻ പോവുകയാണ് കേട്ടോ. അത് ഉണ്ടാവട്ടെ അല്ലേ, അതവിടെ ഉണ്ടായിട്ട് നമ്മൾ എന്തായാലും അത് പറയാം. അത് വലിയൊരു സന്തോഷമാണ്. അത് എങ്ങനെ പറയുക, ഇരട്ടി മധുരമാണല്ലേ ഏട്ടാ. പിന്നെ ഇരട്ടി മധുരമാണ്. നമ്മള് സന്തോഷം പിറന്നാളിലെന്നല്ല, സന്തോഷം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലാണ്. അപ്പൊ അതിന്റെ വിളി വന്നിട്ടില്ല, നമ്മളത് കാത്തിരിക്കുകയാണ് കേട്ടോ. വിളി കാത്തിരിക്കുകയാണ്. നമുക്ക് രാവിലെ പോവാൻ പറ്റിയിട്ടില്ല. അതൊക്കെ എന്താണ് കിളവ് പറഞ്ഞുതരാം. രാവിലെ കുട്ടികളും സ്കൂളിലേക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ പോവാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ. എന്താ ബാക്കിയുള്ള കാര്യം? ബാക്കിയുള്ള കാര്യം എന്താ? ഇവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുവന്ന് തരാം. എന്താ എന്നെ പുറത്തിരുത്തിയിട്ടുള്ള പരിപാടി എന്താണ്? ഇത് ഞാൻ കണ്ടപ്പോക്ക് ഓടക്കോലല്ലേ, ഇത് കണ്ടപ്പല്ലേ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി നോക്കിയതാ. എങ്ങനെയുണ്ട് അത്? നോക്കി നോക്കും. അതിന്റെ ഇപ്പുറത്തെ ഇത് ഇപ്പുറത്തെ സൈഡില് വേറെ ഇതാ കണ്ടോ, കലണ്ടർ. നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ കലണ്ടർ. അല്ല കണ്ടോ, ഗണപതി കണ്ടോ? അത് ചെയ്യാതാണ്ടോ ഗണപതി കണ്ടോ? പിന്നെ കലണ്ടർ ഇവിടെ കണ്ടോ? പക്ഷെ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഞാനപ്പോ പറയണേ, ഈ ഗണപതിനെ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കേറി വരുന്ന ഭാഗത്തില്ലേ ഗണപതി വെക്കണം എന്നാ പറയാ. അതൊന്നും അല്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഗിഫ്റ്റാണ് വിചാരിച്ചു. ഇങ്ങനെ ഓരോ പരിപാടി ചെയ്തരച്ചു. നീയും കൂടി പങ്കുണ്ടുണ്ടായില്ലേ? ഉണ്ട് എനിക്കറിയാം. നിങ്ങളൊക്കെ പാടെ കുറച്ച് ദിവസമായി നിങ്ങളിങ്ങനെ ഒരു കൂട്ടാൻ തുടങ്ങിയിട്ട്. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ കാട്ടിക്കൂട്ടിലൊക്കെ തന്നെ ഉണ്ടാവുമെന്ന്. കാട്ടിക്കൂട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് അല്ലേ? പിന്നെ നമുക്ക് ഗിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കുള്ളതാണ്. മക്കൾക്ക് അത് ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിന് സന്തോഷം അല്ലേ? അല്ലാണ്ട് നമ്മൾ ഈ വയസ്സാം കാലത്ത് നമുക്ക് എന്താ എന്തിനെ പിടിച്ചു വലിക്കണത്? വലിയ സമ്മാനമൊന്നും അല്ല കേട്ടോ, ചെറിയൊരു സമ്മാനം. ഇഷ്ടാവോ എനിക്കറിയില്ല. ടീഷർട്ട് ടീഷർട്ട് ഇത് നല്ല ചന്തം ടച്ചു. അത് ഈ കളറാണ് നമ്മുടെ മാസ്റ്റർ പീസ് കളർ കേട്ടോ.
ഇഷ്ടായോ? ഈ കളർ ഏട്ടനില്ല കേട്ടോ, ബാക്കി എല്ലാ കളറ് ഇല്ല. ടീഷർട്ട് ഏട്ടനുണ്ട്. എല്ലാ കളറും ഉണ്ട്. അതൊന്ന് ഇട്ടിട്ട് വരുമോ? പിന്നെന്താ അയ്യേ വീഡിയോ കാണുമ്പോ കഴിഞ്ഞില്ലേ? എന്റെ സെലക്ഷൻ അല്ലേ, മോശമാവില്ലല്ലോ. നിങ്ങക്ക് ഇഷ്ടായോ? അളവൊക്കെ പാകായി. അളവ് ഇഷ്ടായില്ല? അമ്മ ഇഷ്ടായില്ലേ? അല്ലേ, നന്നായില്ലേ? ഈ കളർ ആവണ്ട ഒന്നുകൂടെ നന്നായിട്ടുണ്ട്. എടുത്താണല്ലേ, മനപ്പൂർവ്വം എടുത്തത് അറിയാണ്ട എങ്ങനെയായി പോയത്. ഇഷ്ടായോ? താങ്ക് യു. അടുത്ത മാസം എന്റെ പിറന്നാളാണ്, അപ്പൊ കണക്കൂട്ടിങ്ങോട്ട് വാങ്ങി തന്നാല്. ഞാൻ വാങ്ങിത്തരാം. എനിക്ക് ടീഷർട്ട് ഒന്നല്ല വേണ്ട, അമ്മക്ക് ചുരിദാറുണ്ട്. എനിക്ക് ചുരിദാറും അല്ല വേണ്ട. പിന്നെ അമ്മക്ക് എന്താ കേക്കോ? ആ അങ്ങനെയാണ്. ഞാനൊരു വാക്ക് പറയാണ്ടല്ലോ നിങ്ങളിതൊക്കെ വാങ്ങി തന്നത്. കേക്ക് വേണോ? കേക്ക് വാങ്ങാൻ പൈസ ഇല്ല. കേക്കൊന്നും വേണ്ട, അതൊക്കെ മക്കൾക്ക് വാങ്ങി കൊടുക്കുന്നല്ല. കേക്ക് മുറിക്കല്ലേ ഇപ്പൊ. സന്തോഷായോ? സന്തോഷം പറഞ്ഞു. പിറന്നാളൊക്കെ എന്താ ആഘോഷിക്കാൻ തുടങ്ങി? എന്നപ്പോ പിറന്നാളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി? ഇപ്പൊ ഈ 2-3 കൊല്ലമായില്ല പിറന്നാളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. മറ്റേത് പിറന്നാൾ വരുന്നത് എവിടെ പോണത് എവിടെ അറിയില്ല. അപ്പോഴേ ഇത് കുട്ടിക്കാലത്ത് അതൊക്കെ അമ്മ ചെയ്തതെന്നല്ലാണ്ട് പനിയന്മാരൊക്കെ ആയപ്പോഴേക്കും നമ്മുടെയൊക്കെ പിറന്നാളിന്റെ പ്രാരാബ്ദം പോയി, അല്ല പ്രാധാന്യം പോയി. പിന്നെ ഇപ്പൊ നമ്മൾ പണിയും തിരക്കായിട്ട് ഇങ്ങനെ ഓരോ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോ എന്ത് പിറന്നാൾ തന്നെ അറിയില്ല, എപ്പോഴാന്ന് തന്നെ അറിയില്ല. കല്യാണം കഴിഞ്ഞ മുതല് നമ്മളെപ്പോഴും പിറന്നാളാണ് പറഞ്ഞിട്ട് ഇനി ഒന്നും വാങ്ങി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൂടി നമ്മൾ അമ്പലത്തിൽ പോവായിരുന്നു കേട്ടോ. അല്ല അന്നോട്ട് ഗിഫ്റ്റുകൾ ഇങ്ങനെ ഓരോന്നുണ്ട്. ഇതാ ബ്രേസ്ലെറ്റ്, അത് അതിനൊന്നല്ല, അത് കല്യാണ വാർഷികത്തിന് അത് അമ്മമ്മ വാങ്ങി തന്നാണ്. എന്താ സമ്മാനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് കല്യാണത്തിന് ശേഷം. അതുവരെ ഇപ്പൊ ആര് സമ്മാനം തരാനാ? അമ്മയാണ് ആദ്യ സമ്മാനം, പിന്നെ വരുന്നൊക്കെ സമ്മാനങ്ങൾ. എന്താ എല്ലാ വർഷവും ഒരു സാരിയും ഒരു ഷർട്ടും മുണ്ടും വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ, എല്ലാ വർഷവും കല്യാണ വാർഷികത്തിന് അല്ലേ. പിന്നെ ഒരു വർഷമാണ് കയ്യിൽ എല്ലാവരും കൈച്ചെയിൻ ഇടുന്നുണ്ടപ്പോൾ അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ഒരു കൈച്ചെയിന് വാങ്ങാന്ന് പറഞ്ഞിട്ട് അനിയേട്ടൻ ഒരു കൈച്ചെയിൻ അമ്മ വാങ്ങിക്കൊടുത്തു. ഇപ്പൊ എന്തായാലും ടീഷർട്ട് അടിപൊളി കിട്ടും. ടീഷർട്ട് ഈ ഒരു കളർ, ഇത് ഇല്ലാത്തൊരു കളറാ. വയ്യ അല്ലേ? ടീഷർട്ട് ഷർട്ട് എടുത്തു കഴിഞ്ഞാ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ? ഇപ്പൊ ചായ അടിച്ചിട്ട് വന്നു. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഓട്സ് പഴോ? ഓട്സ് മതി അല്ലേ? ഒന്നും സദ്യ ഒന്നും ഉണ്ടാക്കില്ലേ? ഓട്സ് തന്നെ നിങ്ങളൊക്കെ. ഞാൻ ഓട്സ് കഴിച്ചു, നിങ്ങളെ ഓട്സ് തന്നെ. സദ്യ ഉണ്ടോ? ഇത് എന്റെ ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇത് പ്രതിയുടെ ഗിഫ്റ്റാണ്. ഇന്ന് രാവിലെ വർക്കൗട്ടിന് പോയപ്പോ തന്നതാട്ടോ. എന്താ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിൽ നമ്മുടെ പാർട്ട്ണറാണ്. നമ്മുടെ പേഴ്സണൽ ട്രെയിനറാണ്, നമ്മുടെ പാർട്ട്ണറാണ്, ചങ്കാണ്. അപ്പോൾ പ്രതിയുടെ വകയാണ്. അപ്പോൾ താങ്ക്സ് പ്രതി. ഇത് എന്റെ വക. ഞാൻ പ്രതിയുടെ അടുത്ത് ഇന്നലെ വൈകുന്നേരത്ത് ഫോൺ വിളിച്ചപ്പോ പ്രതിയുടെ അടുത്ത് പറഞ്ഞു, പ്രതി എന്താ എനിക്ക് പോവാന് സമയമില്ല, പ്രതി പോയിട്ട് ഒരു എന്താ പെർഫ്യൂം വാങ്ങുമോ, ഞാൻ പൈസ അയച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ഇന്ന് രാവിലെ ഞങ്ങൾ വർക്കൗട്ടിന് പോയ സമയത്ത് തന്നതാണ്. പോയി ട്രൗസർ ഇട്ടിട്ട് വാ. ഈ ഫോഗിന്റെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കാണാറുണ്ടെങ്കിൽ എനിക്ക് ചന്ദനത്തിന്റെ അത് ഞാൻ പറഞ്ഞതാണ്, സാൻഡൽ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കും സാൻഡലാണ് കേട്ടോ. സാൻഡൽ അത് സോപ്പായാലും പേസ്റ്റ് എങ്ങനെ ചന്ദനത്തിന്റെ കിട്ടും? നല്ല സാൻഡലാണ് അത്. അപ്പൊ ഞാൻ അവനോട് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു, ഇന്നലെ വൈകുന്നേരത്ത് വിളിച്ചിട്ട് എനിക്ക് കോങ്ങാടോ കല്ലടിക്കോടോ പോയി കഴിഞ്ഞ വെച്ചാൽ അനിയേട്ടനെ അറിയൂട്ടോ. അപ്പൊ അത് കാരണം രാവിലെ വാങ്ങിയിട്ട് വരികയാണ് പറഞ്ഞു വെച്ചാൽ ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രതി വാങ്ങിയിട്ട് വന്നതാണിത്. പക്ഷെ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ പ്രതി രണ്ടെണ്ണം തന്നതാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതാര വന്നേക്കണ് ട്രൗസറൊക്കെ ഇട്ടുകൂട്ടോ. മൂക്കോത്തേ എന്താണ് ഇത്ര മോശാണ്? നോക്കടി, ഇത് കൈ അവന് മേത്ത് തേച്ച് കൊടുക്ക്.
കുഞ്ഞ് കയ്യിൽ തേച്ച് തരാം കാലിൽ കാലിൽ തേച്ചിട്ട് എങ്ങനെയാ കുട്ടി മണക്കുക മണക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ട് സൂപ്പർ കുട്ടിക്ക് നാണക്കെട്ട് വന്നപ്പോഴേ ഇത് വേണോ ഇഷ്ടായോ? അപ്പൊ ദേ പിന്നെ ഇഷ്ടാവണ്ടേ ഏറ്റവും നല്ലതെന്ന് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിലാണ് കാര്യം ലച്ചോ പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ടത് എന്താണെന്നറിയോ? പ്രതിയാണ് ഇത് വാങ്ങിയത് കേട്ടോ. മണമുണ്ട് കാരണം നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഏട്ടനുണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ അറിയുമല്ലോ എന്താണ് വാങ്ങണെന്നുള്ളത്. അപ്പൊ അതറിയാതെ ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പൊ എന്താ നമ്മള് സത്യം പറയുകയാണെന്ന് വെച്ചാല് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പുതിയ വീട്ടില് നമ്മൾ ഇതൊക്കെ ഒരു ആഗ്രഹിച്ചൊരു കാര്യങ്ങളാണ് കേട്ടാ. ഓരോ പ്രാവശ്യം വീട് പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വർഷം നമ്മുടെ വീട്ടിൽ പുതിയ വീട്ടിലാവും, പിറ്റത്തെ വർഷം വിചാരിക്കും നമ്മൾ പിറ്റത്തെ വർഷം പുതിയ വീട്ടിലാവും, അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പോഴാണ് ശരിക്കും അതിനുള്ളൊരു യോഗവും ഭാഗ്യവും. അത് സമ്മാനങ്ങൾ ഇങ്ങനെ ചെറ പറയുന്നത് സമ്മാനങ്ങളുണ്ട്. നേന്ത്രപ്പഴം കൂടെ നേരത്തെ നേന്ത്രപ്പഴം അല്ലേ ഒന്ന് കഴിക്കാം അല്ലേ? പോരാട്ടോ. പൊന്നൂന് വേണ്ടേ? പാപ്പായ വേണ്ടേ? ഓട് പാപ്പായ ചിന്ന അച്ചരക്കുട്ടി ഓട് പാപ്പായ ചിന്നടാ. ഞാൻ ഇവിടെ അടി കിട്ടിയ രാവിലെ എന്ത് പഴത് ചെരുപ്പന്നാ ഇത് ഷൂ ആണല്ലോ. എന്താണ് ഇഷ്ടായോ? വലിപ്പം കുറവായിരിക്കും. വലിപ്പം ഇതിന്റെ കാലിൽ വലിപ്പത്തിന് നല്ല പണി പാളിട്ടാ. ഒരു പണി പാളില്ല. എന്താണ് ചേട്ടാ ഇത് ചെറുതുമായിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ഇട്ട് നോക്ക്. കൊള്ളാനുള്ള സാധ്യതയില്ല. കാണും മാറ്റന്നാ കൊണ്ടല്ലോ രണ്ടൂട്. ഇത് എന്തിനു വേണ്ടി വാങ്ങിയതാന്നറിയോ? വർക്കൗട്ടിന് പോകുമ്പോ ഏട്ടനെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച ഒരു 300 രൂപ ഷോട്ട് ഞാൻ വർക്കൗട്ട് കിടന്ന് കളിക്കാന്നുണ്ട് കുറേ. വർക്കൗട്ടിന് പോകുമ്പോ ഒരു ഷൂ വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കാണ്. പിന്നെ ഇപ്പൊ എങ്ങനെയാ ഇതിപ്പോ വാങ്ങാന്ന് വിചാരിച്ചിങ്ങനെ കടയിന്ന് വാങ്ങുക. അത് നന്നായിട്ടാണ്, നല്ല സുഖമുണ്ട് ഇവിടെ. ഇഷ്ടായോ? ഏട്ടന്റെ കാലും എന്റെ കാലിന്റെ അളവ് ഒരേ അളവേട്ടാ. അത് നോക്കിട്ട് നോക്കിയെടുത്താണല്ലേ? ആ നമ്മുടെ രണ്ടാളി. അപ്പൊ ഞാൻ അങ്ങനെ എടുത്താനെ. പക്ഷെ ഞാൻ ഷൂ ഇതുവരെ ഇട്ടിട്ടേ ഇല്ല കേട്ടാ. എനിക്കങ്ങനെ ഷൂ ഇടണോ ഇത് അത്ര വലിയ ഇട്ട് നോക്കിയിട്ടില്ല. അതാണ് പറയുന്നത്. ഇടുമ്പോ ഇഷ്ടണ്ടാവും. എല്ലാവരും പറയും ഷൂ ഇടാനും നല്ല സുഖാണെന്ന്. അപ്പൊ ഇനി നമുക്കും വാങ്ങണം. കുട്ടികള് 2 പേര് ഷൂ വേണം പറഞ്ഞിട്ട് അവർക്ക് 2 പേർക്കും നമ്മള് 3 പേർക്കും നമ്മൾ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഷൂ ആണേ ഞങ്ങൾക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ടീഷർട്ടെങ്കിലും ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരു പ്രത്യേകത, മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷം അല്ലേ ഏട്ടാ? അപ്പോൾ അത് മാത്രല്ല കേട്ടോ, ഇതേട്ടൻ കാണിച്ചു തന്നില്ല. ഞാൻ സോക്സ് വാങ്ങിക്കൊടുത്തു കേട്ടോ. അല്ലേ? അപ്പോൾ ഇത്രേ നമ്മളെ കൊണ്ട് പറ്റിയുള്ളൂ. പോരെ? ഇതന്നെ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഉറുമ്പ് അരിമണി ശേഖരിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ വെച്ച് ഇതിൽ ഒരു 500 രൂപ അച്ചുവിൻ്റെ ആണ് കേട്ടോ. അതെ, അച്ചുവിന് കടപ്പാടുണ്ട്. അപ്പോ ഇതിലൊരു 500 രൂപ അച്ചുവിൻ്റെ ആണ്. അമ്മുന്റെ കൂടെ വന്ന് സഹായിച്ചത് അമ്മുവാണ് കേട്ടോ. ഇഷ്ടായോ? അത് മുണ്ട് കണ്ടോ? അമ്മുവാണ് വന്നത്. അപ്പോൾ അമ്മൂനും അച്ചൂനും എല്ലാവർക്കും അല്ലേ അമ്മൂട്ടി പ്രതിക്കും ഒക്കെ താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടായോ? സുഖമുണ്ട്, നന്നായിട്ടുണ്ട്. സോക്സ് ഇത് പുറത്തേക്ക് പോകുമ്പോഴും ഇടാൻ പറ്റും കേട്ടോ ഈ ഷൂ. ഇതിപ്പോ ജിമ്മിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോവില്ല. ജിമ്മിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ജിമ്മിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല തന്നെ. അവിടെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉള്ളിൽ മാത്രം ഉപയോഗിക്കാൻ പാടൂ. നല്ല ഹീലും ഉണ്ട് അല്ലേ? ഏട്ടന് എന്തായാലും ഇഷ്ടമായില്ലേ? എനിക്കത് മതി. പൊന്നുച്ചിന് ഇഷ്ടായോ? പൊന്നുശ്ശേ എന്താണെന്നറിയോ? പൊന്നുശ്ശിന് ഇഷ്ടായോ? പൊന്നുശ്ശേ
ആരെ ചീത്ത പഞ്ഞു പൊന്നാ? സുഖമുണ്ടോ ഈ സാധനം? ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ സൂതൊക്കെ ഉണ്ട്, അതാ നല്ല സോക്സ്. അതെ, ഞങ്ങളെ അമ്മൂട്ടി ഇതൊക്കെ തന്നെ ഇത് 40 50 കാലി വട്ടല്ലേ അവിടെ ഒരു വര പോലെ. അതെ, ഇത് മറ്റേതാ സുഖം. ഇതല്ലേ അല്ല, സോക്സ് ഇറക്കിക്കണ്. എത്ര വില കമ്മിയതാ? എന്തായാലും വില കൂടിയതാ. ഇത് അമ്മൂന്റെ അച്ഛൻ്റെ 50 രൂപയുള്ളൂ. അല്ലേ അച്ഛോ? വലിയ കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഇങ്ങനെ നടക്കട്ടെ. അപ്പം എന്തായാലും സംഭവം ഉഷാറായിട്ട് ചെതറി പ്രാവശ്യത്തിൻ്റെ പിറന്നാൾ അല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ അതോ നിഷാ ഗംഭീരാക്കിയപ്പോ അവിടെ കിടക്കട്ടെ. അവിടെ പെട്ടിതിൻ്റെ ഏയ് നമ്മടെ അമ്മു ഈ എന്താ സമ്മാനം കൊടുത്ത്? കെട്ടിപ്പിടിച്ചൊരു ഉമ്മേൻ്റെ കൊടുക്കാൻ മുട്ടി അച്ചയ്ക്ക്. നിങ്ങളെ 3 മക്കളുടെയും അച്ചയ്ക്ക് വേണ്ടത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മേൻ്റെ. ഞാൻ ഒരു ഷൂ വാങ്ങണമെന്ന് കുറേ വിചാരിക്കുന്നു. പൊന്നുശ്ശേരി അച്ചയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അതിന് ചിരി വരും. അച്ചയ്ക്ക് ഒരു ഉമ്മൊക്കടി, ഇവിടെ ഒരു ഉമ്മൊക്കടി, ഇവിടെ ഒരു ഉമ്മൊക്കടി. കുട്ടിച്ച് നാണക്കടാണ്. എന്താ നമ്മള് എന്തെങ്കിലും എന്താ കൂട്ടാനും സമ്മാനങ്ങളൊക്കെ കിട്ടിയത് ചാറ് അങ്ങനെ എന്തെങ്കിലും പൊന്നുവിന്റെ പറഞ്ഞാൽ വല്ലതും കിട്ടില്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. അച്ഛനെ പറഞ്ഞാൽ എന്തൊക്കെ കിട്ടി നോക്കടാ. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇനി ഇനി ചോറ് പായസം വെക്കണ്ടേ? പായസമൊക്കെ വേണച്ചു. അപ്പളേക്ക് പാലടക്കിയ. അപ്പൊ എന്തായാലും പ്രാവശ്യം അമ്മയൊന്നും ഇല്ല. നമ്മള് ഒന്നാമത് അതല്ല കേട്ടോ, നമ്മള് കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഒരു ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യ, എൻ്റെ അനിയത്തി പ്രസവത്തിന് ഇളയച്ചി അനിയത്തി തന്നെയല്ലേ പറയാ? എനിക്ക് അതെല്ലാവർക്കും ഇളയച്ചി. ഞാൻ അനിയത്തി എന്നാട്ടോ പറയാ. സുകന്യനെയാണോ വെച്ചാലും രുചിനെയാണോ വെച്ചാലും അനിയത്തികൾ എന്നേ പറയുള്ളൂ. അതുകൊണ്ട് സുകന്യ എല്ലാവർക്കും ചോദിക്കുമ്പോൾ സുകന്യ എൻ്റെ എന്താ ശരിക്കുള്ള അനിയത്തിയാണോ എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം കേട്ടാ. ഞാൻ അനിയത്തിയാണെന്നോ നമ്മള് അങ്ങനെ തന്നെയല്ലേ പറയാ. ഇളയച്ചി മുത്തശ്ശി എന്ന് പറയും. പക്ഷെ ഏട്ടനും അനിയനും ആകുമ്പോൾ ഏടത്തി അനിയത്തി അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാറ്. നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെ പറയണ പോലെ ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ലേ നമ്മൾ പറയുക. അപ്പോൾ അനിയത്തീനെ ഇന്ന് അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്, സിസേറിയനാണ്. അപ്പം അത് ഇപ്പോൾ കുട്ടികളൊക്കെ പോയി വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടാവും. നമ്മളതിൽ അതാണ് വലിയ സന്തോഷം. അതാണ് നമുക്കിന്ന് ഏറ്റവും വലിയ സത്യം അറിയിച്ചാൽ എന്താ ഏട്ടനും കുഞ്ഞാവി അല്ലേ ഒരു ദിവസം ആവുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ. എന്റെ കൂടെ പിറന്നാൾ നടത്താൻ ഒരു കുഞ്ഞാവി ഉണ്ട്. പൊന്നു പറയണേ ഉണ്ണി ഉണ്ടാവാണ്. ഇല്ല ആന ഉണ്ണി, അവനത്ര ഉണ്ണി. പൊന്നൊക്കെ വലുതായി, ഇന്നത്തെ പൊന്നു ഉണ്ണി വലിയ കുട്ടിയായി. അപ്പൊ എന്താ ഇന്ന് നല്ല മധുരം എന്താ പറഞ്ഞ വെച്ചാൽ സത്യം പറയാ വെച്ചാൽ സദ്യനെക്കാട്ടിലും ഒക്കെ നല്ലൊരു മധുരാണ് അല്ലേ? എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ വിശേഷം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ വേഗം അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാണ്ട് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്താണ് പ്രസി വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. വൈകുന്നേരത്ത് നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ നാളെ വിശേഷങ്ങളും അതേപോലെ വേർതിരിവൊന്നുമില്ല, എല്ലാം സമ്മാനങ്ങളാണ്. എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. സമ്മാനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പാടില്ല. അല്ല, ഒരു എന്താ മുട്ടുസൂചിയാണ് വെച്ചാലും സ്നേഹത്തോടെ ഒരാൾ തരുമ്പോ അത് നമ്മൾ തരുന്നു എന്നുള്ളതാണ് സമ്മാനത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മള് എന്താണെന്ന് വെച്ചാല് സത്യം പറയാ ഞാൻ ഒരു ടീഷർട്ടിൽ ഒതുക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. ടീഷർട്ടിൽ ഒതുക്കിയിട്ട് ഷൂ വാങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചു. അപ്പം അച്ചു ഇങ്ങനെ 10-20 പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അച്ചുവിൻ്റെ ഒരു 500 രൂപ ഉണ്ടായിരുന്നു. അപ്പം അച്ചു വേഗം 500 രൂപ അതും പിന്നെ കിച്ചുവിൻ്റെ അടുത്ത് ഒരു 200 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഈ ഗൂഗിൾ പേ ഇതും കൊണ്ട് ഈ പൈസ അടിച്ച് പറ്റില്ല എന്ന് എന്താ പിന്നെ അച്ചോട് കേട്ടോ പോക്കറ്റിൽ നിന്ന് 10-20 ഒക്കെ എടുത്തിട്ട് മാറ്റി
എൻ്റെ അമ്മൂട്ടിക്ക് പിന്നെ ആ ഭയങ്കര ശീലം മാറ്റിയേക്കില്ല. അമ്മുവിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല. അമ്മു എപ്പോഴും പറയും എൻ്റെ കൈ കണ്ടമ്മ ഓട്ടക്കൈ, എൻ്റെ കയ്യിൽ 1 ഉറുപ്പ്യല്ല അറിയത്. ബീട്രൂട്ട് ഉപ്പേരിക്ക് നുറുക്കിയിട്ട് കയ്യിൽ ഇവിടെ ഒരു കളറായതാണ്. അപ്പോൾ വിശേഷം മാറിപ്പോണ്ട് അല്ലേ. എല്ലാവരും അനിയത്തിന് വേണ്ടിയിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ വലിയൊരു സന്തോഷം വരുന്നുണ്ട്. ആ സന്തോഷം വരുന്നുണ്ട് കുറേ പ്രാവശ്യമായി പറയുന്നു. അപ്പോൾ ഇനി ആ സന്തോഷം കൊണ്ട് നമ്മൾ വരാം. ഇപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ കാണാം. എല്ലാവർക്കും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.